നേച്ചർ. നമുക്ക് അടിപൊളിയായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു സോപ്പ് പൗഡർ ഉണ്ടാക്കിയാലോ? ബാത്തിങ് പൗഡർ അല്ലെങ്കിൽ ഫേസ് പൗഡർ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിക്കുന്ന സാധനങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതെ, ഫസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ്. 4 ടേബിൾ സ്പൂൺ ചെറുപയർ എടുത്തിട്ടുണ്ട്. ഗ്രീൻ ഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്കിന്നിനെ നല്ല പോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. വൈറ്റമിൻ എയും സിയും അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് സ്കിന്നിനെ നാച്ചുറലായിട്ട് ഇത് ബ്രൈറ്റൻ അപ്പ് ചെയ്യും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. 4 ടേബിൾ സ്പൂൺ ഓട്സ് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓട്സിൽ അടങ്ങിയിട്ടുള്ള സാപ്പോണിൻസ് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കും. അത് മാത്രമല്ല, ഫേസിൽ എക്സസ് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലപോലെ അത് അബ്സോർബ് ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കാണെങ്കിൽ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അത് നല്ലപോലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓട്സിനെ പോലെ തന്നെയാണ് അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ് കോഫിയുടെ. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾ എപ്പോഴും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതാണ്. ബാക്കി എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും എക്സ്ട്രാ ഒരു ഗുണം ഞാൻ പറയുന്നത് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. ചുളിവുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 1 സ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഒരുമിച്ചൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ കിച്ചണിൽ അവൈലബിൾ ആണ്. ഓട്സ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പൊടിച്ചെടുത്ത് ഇത് ബാത്തിങ് പൗഡറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫേസ് പൗഡറായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇത് ഫേസ് പൗഡറായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഫേസ് വാഷ് പൗഡർ. ഓക്കെ, കുട്ടികൾക്ക് ഒക്കെ ഇത് ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ ബേബിക്ക് അത് ബാത്തിങ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ക്വിക്കായിട്ട് ഉണ്ടാക്കേണ്ടി വരുമ്പോൾ ഈ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ്. ഇപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ടാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത്. അതുപോലെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് തരികളുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്കിന്നിനെ അത് റഫാക്കും. അതിങ്ങനെ സ്ക്രബിങ് എഫക്റ്റ് കൊടുത്തിട്ട് ഭയങ്കര ഹാർഡാക്കി മാറ്റും. അത് വേണ്ട, നല്ലപോലെ സ്മൂത്താക്കി എടുക്കുക. എന്നാലും ചെറിയ തരികളുള്ളതുകൊണ്ട് സ്ക്രബിങ് എഫക്റ്റ് വന്നോളും. നല്ലപോലെ ഡേർട്ട് റിമൂവ് ആവും. നമ്മൾ മോർണിംഗ് ഇത് കുറച്ചെടുത്തിട്ട് അതിലേക്ക് വെള്ളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ റോസ് വാട്ടറോ മിൽക്കോ ഒക്കെ ചേർക്കാം. അപ്പോൾ എല്ലാ ദിവസവും ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം വെള്ളം ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഫേസ് ഒന്ന് വെറ്റാക്കിയ ശേഷം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രഷ് ചെയ്യാനൊക്കെ പോവുക. ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു ഹാഫ് അത് ഉണങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കളയുക. അപ്പോൾ നല്ലൊരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. കാരണം കോഫി പൗഡർ ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് വാഷ് ചെയ്താൽ മതി. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ബാക്ക് ടു നേച്ചർ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരണം. നമ്മൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ ഒത്തിരി നല്ലതാണ് ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആക്നി എല്ലാം കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഓട്സിൻ്റെ അകത്തുള്ള ഈ സാപ്പോണിൻസ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഫേസിലെ ആക്നിയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. മഞ്ഞളും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഡെയിലി നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പോലെയാണ്. ഫേസ് വാഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡേർട്ട് റിമൂവ് ചെയ്യൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പോലെയാണ് ഫേസ് ബ്രൈറ്റൻ ചെയ്യാനും എല്ലാത്തിനുമായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് പൗഡർ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് അവരുടെ ബോഡി വാഷ് ചെയ്യുക. സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ആഴ്ചത്തേക്കൊക്കെ ഫേസ് വാഷ് പൗഡറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ കൂടുതൽ അളവിൽ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നാച്ചുറൽ പ്രോഡക്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും 1 വീക്കിലേക്കുള്ളത് മാത്രം ഉണ്ടാക്കി ഒരു ബോക്സിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.